നമസ്കാരം, ഞാൻ ഡോക്ടർ രമണി, ആസ്ട്രോളജിസ്റ്റ്. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള മന്ത്രമാണ് ഇത്. ഈ മന്ത്രം നമുക്ക് ഒരു നെയ്വിളക്കിന് മുന്നിലിരുന്ന് എല്ലാ ദിവസവും നിത്യം 1008 ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആകർഷണവും വന്നു ചേരുന്നത്. ഓം ക്ലീം ഗണാനാംബി ചേതൻസി ദേവി ഭഗവതി ഹീസ ബാലാദികൃഷ്യ മോഹേ മഹാമായ പ്രയച്ഛതി. പ്രൊഫഷണലാണ്, വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് അവകാശപ്പെടുന്ന പുള്ളിക്കാരിക്ക് പോലും ഇത് കാണാതെ പറയാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഓം ക്ലീം എന്നുള്ളത് പ്രൊഫഷണൽ സർക്കിളുകളിൽ യൂസ് ചെയ്യുന്ന ഒരു മന്ത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓർത്ത് വളരെ കോമഡിക്ക് ആൾക്കാർ അടിച്ചിറക്കുന്നതാണ് എന്ന്. ഇതിന്റെ കമന്റ് ബോക്സ് വളരെയധികം രസകരമാണ്. ആകർഷിച്ചവരെ തുരത്താനുള്ള മന്ത്രം പറഞ്ഞു തരുമോ? ശരിയാണ്, ആകർഷിച്ചിട്ട് കാര്യമില്ലല്ലോ, ജീവിക്കണമല്ലോ. കൊതുകിനെ അകറ്റാനുള്ള മന്ത്രം പറഞ്ഞു തരുമോ? ഇത് ബാലരമയിൽ പുട്ടാലും അമ്മാവനും മായാവിയെ പിടിപ്പിക്കാൻ ലുട്ടാപ്പിക്ക് പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ്. വശീകരണം, കൂടോത്രം എന്നീ കാര്യങ്ങളിലൊക്കെ റിയാലിറ്റി തുറന്നു കാണിക്കുന്ന ധാരാളം വീഡിയോസ് ഈ കാലത്ത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു വലിയ മജോറിറ്റി ഇതിനൊക്കെ വളരെ പേടിയോടെയാണ് നോക്കിക്കാണുന്നത്. എനിക്കതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാത്ത ആളുകളാണ് നമ്മളിൽ പല ആളുകളും. എന്തെങ്കിലുമൊക്കെ കുപ്പിയോ അല്ലെങ്കിൽ ചെറിയ ചരടോ ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ വീടിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ആദിയാണ് ആളുകൾക്ക്. ജോർജ് മാത്യു സാറിന്റെ ഒരു ഇന്റർവ്യൂ സീരീസ് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എങ്ങനെയാണ് ഈ വശീകരണം ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ കൃത്യമായി പറയുന്നുണ്ട്. അതിന് പിന്നിൽ വലിയ കൂടോത്ര ശക്തികളോ അല്ലെങ്കിൽ കുട്ടിച്ചാത്തനോ കാര്യമൊന്നുമില്ല. അത് കുറച്ച് ഒരു പാരസൈക്കോളജിയാണ്, അത് സൈക്കോളജിയാണ് എന്നുള്ളതാണ് പുള്ളി അഭിപ്രായപ്പെടുന്നത്. കൂടോത്രം വെക്കാൻ വേണ്ടി ആർക്കെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി മന്ത്രവാദികളെ സമീപിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പല ആളുകളും തങ്ങൾക്ക് എന്തെങ്കിലും തകർച്ച ഉണ്ടാവുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ അശുഭകരമായിട്ടുള്ള കാര്യം വീട്ടിൽ സംഭവിക്കുന്ന സമയത്ത് തങ്ങൾക്കിട്ട് ആരോ വെച്ചിട്ടുണ്ടാവാം എന്നുള്ള ഒരു പേടിയിലാണ് ഈ മന്ത്രവാദികളെ സമീപിക്കുന്നത്. പലപ്പോഴും ഈ ഒരു ടാസ്ക് പിടിക്കുന്ന മന്ത്രവാദികളിൽ 90% ആളുകളും പോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ടുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് ആരും കാണാതെ അവിടെ തന്നെ ഇട്ടിട്ട് അത് എടുത്തു എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇതൊരു വലിയ തട്ടിപ്പ് ഏരിയ ആണ്.